ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ നവിയുടെ അടുത്ത് അഭി വരികയാണ്. അഭി വരുമ്പോൾ നവി ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് ഇങ്ങോട്ടൊക്കെ വരാനൊക്കെ അറിയാമായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അഭി പറയുകയാണ്, നീ വിളിച്ച സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാനും നിന്നെ വിളിക്കാനും വേണ്ടിയൊക്കെ ഇരിക്കുകയായിരുന്നു എടി എന്നിങ്ങനെ പറയുമ്പോൾ നവിക്ക് അത്രയ്ക്ക് വിശ്വാസമാവുകയായിരുന്നില്ല. അപ്പോൾ നവി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന്. എടി ശരിക്കും ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിൻ്റെ കോൾ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ പോന്നു എന്ന് പറയുകയാണേ. അഭി നവിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ രാവിലെ നടക്കാറൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നവി പറയുകയാണ്, ഇല്ല രാവിലെ കുറച്ച് സമയം നടക്കാറുള്ളൂ എന്ന്. എന്നിട്ട് അഭിയാണെങ്കിൽ നവിയുടെ അടുത്ത് പറയുകയാണ്, ചെറിയ ജോലികളൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ്. എന്നിട്ട് അഭിയുടെ അടുത്ത് ഇവിടെ കുറച്ച് ദിവസം നില്ല, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി രാവിലെ നടക്കാൻ പോകുമല്ലോ എന്നിങ്ങനെ നവിയെ പറയുകയാണ്. അഭി പറയുന്നുണ്ടായിരുന്നു, അത് ശരിയല്ലല്ലോ, ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാകത്തില്ല എന്ന് അഭി പറയുകയാണ്. അപ്പം നവി പറയുകയാണ്, 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാലും അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാറുള്ളതാണെന്ന് ഇങ്ങനെ നവി പറയുമ്പോൾ അഭി പറയുകയാണ്, അത് എൻ്റെ വീട്ടിൽ നടക്കത്തില്ല എന്ന്. അപ്പോൾ അഭി പറയുകയാണ്, അതൊന്നും നടക്കത്തില്ല എന്ന്. അതിന് ശേഷം നവിയുടെ അടുത്ത് അഭി ചോദിക്കുന്നുണ്ടായിരുന്നു, ബി പി ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നവ്യ പറയുകയാണ്, ബി പി ഒക്കെ നോർമലാണെന്ന്. നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇടത്തെ ഷോൾഡറിന് ഭയങ്കര പെയിനാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അഭി പറയുകയാണ്, എന്നാൽ പിന്നെ ഞാൻ മസാജ് ചെയ്ത് തരാമെന്ന്. മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നവിക്ക് ഭയങ്കര സംശയമാവുകയാണ്. അപ്പോൾ നവി ചോദിക്കുകയാണ്, നീ കാണിക്കുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹം തന്നെയാണോ എന്ന്. ഞാൻ എപ്പോൾ വന്നാലും നിനക്ക് ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് അഭി പറയുന്നുണ്ടായിരുന്നു. നവ്യ പറയുകയാണ്, ഞാൻ വെറുതെ പറഞ്ഞാണ്, നീ ഇങ്ങോട്ട് വരുന്നത് എന്നെ സ്നേഹിക്കുന്നതൊക്കെയാണ് എൻ്റെ സന്തോഷം. സമയം കിട്ടുമ്പോഴേക്ക് എന്നെ വിളിക്കുകയും നീ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യണം. പിന്നീട് ഗോവിന്ദനെ നയനയാണ് കാണിക്കുന്നത്. നയനയാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നയന പറയുകയാണ്, എൻ്റെ ഭർത്താവിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ആദർശേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദർശമാൻ വിളിക്കാതിരുന്ന ആ ചിന്ത മാത്രമല്ലേ മോൾക്ക് കാണത്തുള്ളൂ എന്ന്. നന്ദു പോയില്ലേ, അപ്പോൾ ഇവിടെ ഉള്ളവർക്കെല്ലാം വിഷമാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന്. എന്നാൽ പിന്നെ മോളിപ്പോൾ ആദർശ് മോൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, മോളൊരു തെറ്റ് ചെയ്തു, ആദർശ് മോൻ്റെ അമ്മയും മോളും ഒന്നിച്ച കാര്യം ആദർശ് മോൻ്റെയിൽ പറയേണ്ടതായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, അത് പിന്നെ അമ്മ പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, മോൾക്ക് എന്തായാലും ആദർശ് മോൻ്റെ അടുത്ത് പറയാമായിരുന്നു. ആ മോനാണെങ്കിൽ മോളടുത്ത് ഒരു കാര്യവും മറച്ചു വയ്ക്കുന്നില്ലല്ലോ, അപ്പം ആദർശ് മോൻ്റെ അമ്മ അറിയാതെങ്കിലും മോൾക്ക് ആദർശിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു എന്ന്. എന്ത് തന്നെയായിരുന്നാലും മോൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്ന് ഇങ്ങനെ പറയണേ. അപ്പം നയന പറയുകയാണ്, ആദർശേട്ടൻ്റെ അമ്മ ഇടഞ്ഞല്ലേ നിന്നത്, ഇപ്പോഴല്ലേ അമ്മ എന്നെ സ്നേഹിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ പറയില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആദർശേട്ടനെ ഇതൊന്നും അറിയിക്കാത്തതെന്ന്. ഇപ്പോൾ അമ്മ പറഞ്ഞല്ലോ ആദർശേട്ടനെ അറിയിക്കാൻ, അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ആദർശേട്ടൻ്റെ കാര്യമെല്ലാം അറിയിക്കാമെന്ന്. അപ്പോൾ ഗോവിന്ദനും പറയുകയാണ്, മോൾ അവിടെ ചെന്നാലും ആദർശം വേണ്ടി എല്ലാ കാര്യങ്ങളും പറയണമെന്ന് തന്നെയാണ് നയനേനെ പറഞ്ഞേക്കുന്നത്. പിന്നീട് അനീനാണെങ്കിൽ അനിയുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ടായിരുന്നേ, ഇനി ഒന്ന് കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അനി ഞാൻ ദാ വരുന്നു എന്ന് പറയുകയാണ്. വിളിച്ചത് രാകേഷും വിഘ്നേഷും ഒക്കെ തന്നെയാണ്. അവരാണെങ്കിൽ അനിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനി വന്നവിടെ തന്നെ ചോദിക്കുകയാണ്, നന്ദു വിളിച്ചായിരുന്നു എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. അപ്പോൾ അവർ പറയുകയാണ്, നിനക്ക് നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. എന്നിട്ട് അനിയായിരുന്നാലും പറയുന്നുണ്ടായിരുന്നു, നന്ദു എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി പോകും എന്നിങ്ങനെ പറയുകയാണ്. അവർ പറയണം, അതൊക്കെ നമുക്ക് അറിയാമെന്ന്. അതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ വിളിച്ചത്, നീ ഇത് കണ്ടു തീർന്നാൽ നീ നന്ദുവിനെ കൂടുതൽ സ്നേഹിക്കത്തേ ഉള്ളൂ എന്ന്. ഞങ്ങൾ നല്ലൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകാമെന്ന് പറയാൻ ശേഷം അവരൊക്കെ ബൈക്കിൽ കയറിയിട്ട് നീ പുറകെ വന്ന് അനിയുടെ അടുത്ത് പറയുകയാണേ. അവർ അനിയാണെങ്കിൽ പാർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ അനാമികയുടെ കാമുകനുമായിട്ട് അവർ ഒഴിഞ്ഞ ഒരു കോണിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ സ്നേഹിക്കുകയും രണ്ടുപേരും സ്നേഹിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ കാഴ്ചയാണ് എനിക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്കാണെങ്കിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാകുന്നില്ല. അനിയായിരുന്നാലും പറയുന്നുണ്ടായിരുന്നു, പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആൺകുട്ടികളുമായിട്ട് ചുറ്റുന്നത്. ഇപ്പോൾ എന്തായാലും നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുകയാണേ. അവൾ തന്നെ തന്ന ഒരു തെളിവ് തന്നെയാണ് ഈ കാഴ്ച, എനിക്ക് പലരെയും കാണിക്കാനുണ്ട് എന്ന് അഭി സന്തോഷത്തിൽ പറയുകയാണേ. അനിയുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ളവളെ കൂടെ നീ പൊറപ്പിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയത്ത് അനാമികയുടെ കാമുകനും ഭയങ്കര ചർച്ചയിലാണ്. അനാമികയുടെ കാമുകൻ പറഞ്ഞു കൊടുക്കുകയാണ്, അനന്തപുരിക്കാരെ പറ്റിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും നേടിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോരണമെന്നൊക്കെയാണ് അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് വിവാഹ ജീവിതമൊന്നും ഒട്ടും പ്രാക്ടിക്കലല്ല. ഒരാണും പെണ്ണും അടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ജീവിച്ചിട്ട് അവർക്ക് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ അങ്ങ് പിരിയുകയാണ് ചെയ്യേണ്ടതെന്ന് അവർ ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അനന്തപുരിക്കാരെ പറ്റിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും നേടിയെടുത്തിട്ട് പോന്നോളണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അനാമികയാണെങ്കിലും അവിടുത്തെ ചിട്ടവട്ടങ്ങളെക്കുറിച്ച് പറയുകയാണ്. മുത്തശ്ശനാണെങ്കിലും ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അനാമിക പറയുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും അനന്തപുരിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവളുടെ കാമുകനും പറയുന്നത്, അനന്തപുരിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന്. അപ്പോൾ ഇവർ കാണിക്കുന്നതെല്ലാം രാകേഷ് എല്ലാം ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി പറയുകയാണ് ഇത് പലർക്കും കാണിച്ചു കൊടുക്കാൻ ഒരു തെളിവായി എന്ന്. അവളായിട്ട് തന്നെ ഒരു തെളിവുണ്ടാക്കി തന്നല്ലോ എന്ന് അനി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുകയാണ് ഇവിടെ അധികം ആരും വരാറില്ല, ഇതൊരു ഒഴിഞ്ഞ കോണുള്ള പാർക്കാണ്, അപ്പോൾ ഇവിടെ കാമുകന്മാർ മാത്രമേ വരത്തുള്ളൂ, അവരുടെ സ്ഥിര സ്പോട്ടാണ് എന്നിങ്ങനെ പറയണേ. അനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതിൽ ഭയങ്കര സന്തോഷമാവുകയാണ്. അനി നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, പലരും അറിഞ്ഞല്ലേ അനി അറിഞ്ഞിട്ടുള്ളൂ. പോരാത്തതിന് വീട്ടിലെല്ലാവരെയും കാണിക്കാൻ വേണ്ടി റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ ഒത്തിരി സന്തോഷമാവുകയാണ്. അതിനുശേഷം അനാമികയാണെങ്കിൽ ആ പയ്യൻ്റെ മടിയിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നേ. ശേഷം അനിയാണെങ്കിൽ അതിനെ ആദർശിനെ അയച്ചു കൊടുക്കുകയാണ് ആ വീഡിയോ ക്ലിപ്പ്. അപ്പോൾ ആദർശിനെ അയച്ചു കൊടുക്കുമ്പോൾ ആദർശാണെങ്കിൽ അമ്പരപ്പോടെയാണ് ആ വീഡിയോ കാണുന്നത്. എന്നിട്ട് ആദർശിന് ഒരു വോയിസ് നോട്ട് കൂടി അയക്കുന്നുണ്ടായിരുന്നേ. അനി ഇങ്ങനെയുള്ള പെണ്ണിനെയാണോ ആദർശേട്ടനും വീട്ടുകാരും എന്നെ സ്നേഹിക്കാൻ പറയുന്നതെന്ന്. എൻ്റെ ഫ്രണ്ട്സ് പാർക്കിൽ കണ്ട കാഴ്ചയാണെന്ന് അനി പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നയനയാണെങ്കിൽ ആദർശിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നയനയുടെ ഫോൺ ആദർശം എടുക്കുന്നില്ല. ആ സമയം കൊണ്ട് ആദർശൻ്റെ അടുത്തേക്ക് നയന ക്യാബിനിലേക്ക് വരികയാണ്. ആദർശാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് നയനയുടെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങോട്ട് കയറി വരുന്നവൾ എന്തിനാ എന്നെ ഫോൺ വിളിച്ചതെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആദർശേട്ട ഫോൺ എടുക്കാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് നയനയോട് സംസാരിക്കുന്നത്, എനിക്കിപ്പോൾ എന്താ വേണ്ടിയിരുന്നതെന്ന്. അപ്പോൾ നയന പറയുകയാണ് ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്, ആ കാര്യം പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുമ്പോൾ നയനയുടെ അടുത്ത് ആദർശ് പറയുകയാണ് എനിക്കിപ്പോൾ ഒരു കാര്യവും കേൾക്കാൻ താല്പര്യമില്ല. ആദർശ് പറയുകയാണ് ഇപ്പോൾ തലയ്ക്ക് ആകെ ചൂട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ആ പ്രശ്നം നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന്, അതുകൊണ്ട് ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നില്ല എന്ന്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആകെ പ്രാന്തെടുത്ത് നടക്കുന്നുണ്ട്, എന്നെ നീ ശല്യം ചെയ്യാൻ വരില്ലേ എന്ന് പറയുകയാണ് ആദർശ്. ഭയങ്കര സങ്കടത്തിൽ തന്നെ നയന തിരിച്ച് ചോദിക്കുകയാണ് ഞാനിപ്പോൾ ശല്യമായോ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് നീ എന്നെ ശല്യം ചെയ്യാൻ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പൊയ്ക്കോളാം, നീ ഇവിടെ ഇരുന്നോ എന്ന് പറയുകയാണ്. കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദർശ് എണീക്കാൻ തുടങ്ങുമ്പോൾ നയന പറയുകയാണ് വേണ്ട ആദർശേട്ടൻ പോകണ്ട, ഞാൻ പൊയ്ക്കോളാമെന്ന് നയന പറയുകയാണ്. നയനയാണെങ്കിൽ അവിടെ നിന്ന് സങ്കടത്തോടെ പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ പോകുന്ന സമയത്ത് ആദർശിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് നയനയും ദേവയാനിയും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ അങ്ങനെയൊന്നും എൻ്റെ ഇതിൽ പറയുന്നതല്ല, ഇപ്പോൾ എന്താ ആദർശേട്ടന് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് നമ്മൾ തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയ കാര്യം നീ ആദർശ് മോൻ്റെ പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുകയാണ് അത് പറയാനുള്ള അവസരം ആദർശേട്ടൻ തന്നില്ല, പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ഞാൻ അവിടെ നിന്ന് പോയതിന് ശേഷം ആരെങ്കിലും ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന്. ഇളയമ്മയും അപ്പച്ചിയും അനാമികയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അമ്മ അതൊക്കെ മനസ്സിലാക്കി അവിടെ ഉള്ളവരടുത്തൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന്. എന്തായാലും ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു എന്ന്. അമ്മ അവിടെ പോയതിന് ശേഷം എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കി എടുക്കണമെന്ന് പറയുകയാണ്. എനിക്ക് അധികം നാൾ ഇതുപോലെ ടെൻഷനും കൊണ്ട് നടക്കാൻ വയ്യാന്ന് നയനെ പറയുകയാണ്. അപ്പം നയനയും ദേവയാനിയും കൂടി വിചാരിച്ചിരിക്കുന്ന ആദർശ് ഇവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല ആദർശിൻ്റെ വിഷമം എന്നാണ്, വേറെ എന്തോ പ്രശ്നമെന്നാണ് നയനയും ദേവയാനിയും വിചാരിച്ചിരിക്കുന്നത്. ദേവയാനി പറയുകയാണ് നന്ദുമോൾ പോയതിൻ്റെ വിഷമം അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കാണും, എന്തായാലും മോൾ അവിടെ ഇനി നിൽക്കണ്ട, മോൾ അനന്തപുരിയിലേക്ക് പോരെ, എന്നിട്ട് ആദർശിൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ നോക്കുന്നൊക്കെയാണ് പറയുന്നത്. ആദർശിനെ ശാന്തനാക്കി സമാധാനപ്പെടുത്തിയതിന് ശേഷം മോൾ തിരിച്ചു പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയനയുടെ അടുത്ത് അനന്തപുരിയിലേക്ക് വരാനാണ് ദേവയാനിയും പറയുന്നത്. ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ്, എനിക്കാണെങ്കിലും ഭയങ്കര പ്രശ്നമാണ്, അവനാണെങ്കിൽ ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടിലാകെ താളം തെറ്റിലാണ്, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്ന മുത്തശ്ശനെ ആയിരിക്കും, അതുകൊണ്ട് ഇതൊക്കെ എത്രയും പെട്ടെന്ന് മാറിയായിരുന്നാൽ മതിയായിരുന്നു എന്ന് ദേവയാനി പറയുകയാണ്. ദേവയാനി അവിടെ നിന്ന് മടങ്ങിയതിന് ശേഷം ആദർശിനെ അനിയും കാണിക്കുകയാണ്. അവർ സംസാരിക്കുന്ന അനാമികയുടെ ഈ പ്രവൃത്തിയെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ആദർശ് ചോദിക്കുകയാണ് നീ മറ്റാർക്കെങ്കിലും ഈ വീഡിയോ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അനി പറയുകയാണ് ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ആദർശ് അനിയുടെ അടുത്ത് പറയുകയാണ് എന്നാൽ പിന്നെ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം, ഇത് മറ്റാരെയും കാണിക്കരുത്. അനി ചോദിക്കുകയാണ് എന്തിനാ ഏട്ടാ ഇത് മറച്ചു വയ്ക്കുന്നത്, ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയ കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ആദർശ് പറയുകയാണ് ഇത് മുത്തശ്ശന് കണ്ടിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് സഹിക്കാൻ പറ്റത്തില്ല. ചോദിക്കുകയാണ് നാളെ ഈ കാഴ്ച മുത്തശ്ശൻ കാണില്ല എന്ന് എന്താ ഉറപ്പ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് നീ എന്തായാലും ഇത് ആരെടുത്തും കാണിക്കാൻ നിൽക്കണ്ട എന്ന്. പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇളയച്ചന് വല്ല ഈ വീഡിയോ കാണിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുകയാണ് ആദ്യം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഏട്ടൻ്റെ അടുത്തല്ലേ പറയാറുള്ളൂ, ഏട്ടനും ഞാനും കൂടി സംസാരിച്ച് ഒരു തീരുമാനം ആക്കിയിട്ടല്ലേ വീട്ടിലുള്ളവരെ അറിയിക്കാറുള്ളൂ എന്ന്.
എന്തായാലും ഇത് ആരടുത്തും പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. നമ്മളിത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. ആ പയ്യനും അവളും കൂടി ഒരു റൂമിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പാർക്കിലിരുന്ന് പബ്ലിക്കായിട്ട് ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആരും കണ്ടാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവൃത്തി എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് ആദർശ് പറയുകയാണ്, ഞാൻ അനാമികയുടെ അച്ഛൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അയാളാണ് അവളെ ഈ കയറൂരി വിട്ടിരിക്കുന്നത്. അവൾ നമ്മുടെ വീട്ടിൽ വന്നതിന് മറ്റെന്തോ ഉദ്ദേശമുണ്ട് എന്ന്. പക്ഷേയാണെങ്കിൽ അനീരയെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു, ഒരു കുടുംബജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ അതുപോലെയുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്കും അറിയാമെന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനിയാണെങ്കിലും തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ഏട്ടനുള്ളതെന്ന്. ആരടുത്ത് ഇതിനെക്കുറിച്ച് പറയരുതെന്നാണ് ആദർശ് അനിയുടെ അടുത്ത് പറയുന്നത്. എന്നിട്ട് ആദർശ് അനാമികയുടെ അച്ഛനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആദർശ് തിരിഞ്ഞ് നിന്നിട്ട് അനിയുടെ അടുത്ത് പറയുകയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ നന്ദുവിനെ വിളിക്കരുതെന്നും നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കല്ലെന്നും എന്നൊക്കെ പറയുന്നത്. ആ ഭാഗത്ത് ന്യായീകരിക്കാൻ കാര്യങ്ങൾ വേണ്ടേ? അത് മാത്രം നീ അനുസരിക്കുന്നില്ലല്ലോ. നീ എൻ്റെ പ്രിയപ്പെട്ട അനിയനാണെങ്കിലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് അനിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ആദർശ് പറയുന്നത്.